തമാശയല്ലേ. നമ്മുടെ ഈ കഴിഞ്ഞ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ മുന്നേ വെറോണിക്കയുടെ വ്ളോഗും ഈ പറയുന്ന റീലൊക്കെ കണ്ടു കഴിഞ്ഞു ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ കോണ്ടാക്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതും ഈ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ. സത്യം പറഞ്ഞ വെറോണിക്കയ്ക്ക് നമ്മൾ എത്രയൊക്കെ അതൊരു സില്ലിയായിട്ട് എടുത്താലും ഒരു സമയത്ത് വിഷമം തോന്നിയിട്ടില്ലേ ചേച്ചി? അതെങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അവരൊന്നും പറയുമ്പോൾ അതത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. മീൻസ് ഞാൻ ഇങ്ങനെ ഭയങ്കര തമാശയല്ലേ. എന്തുകൊണ്ടായിരിക്കും കളിയാക്കിയിട്ടുണ്ടാവുക? ഈ മണ്ടത്തരം വിളിച്ചു പറയുന്നതുകൊണ്ടാണോ? അതെന്താന്ന് എനിക്ക് അറിയില്ല. എല്ലാവരും എന്നെ ഇങ്ങനെ മാറ്റി നിർത്തും. ഞാൻ എന്തോ ഒരു വൃത്തികെട്ട ഒരു പോലൊക്കെ തന്നെ. അല്ല, ഇപ്പൊ 5 പൈസ കുറവാണ്, ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമില്ലേ, ഇപ്പൊ വേണ്ടത് കൗൺസിലിംഗ് ആണ്. അങ്ങനല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട്, അവള് പോയിട്ട് ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. പിന്നെ എന്താ പറയാ, വീട്ടിൽ നിന്നാണെങ്കിലും എനിക്ക് വലിയ സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഈ കുറച്ച് വൈറലായപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ വെറോണിക്കയ്ക്ക് നല്ലൊരു മനസ്സുണ്ടല്ലേ. ആരും നമ്മൾ ഈ ചിരിച്ചു കളിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ഉള്ളില് അല്ലേ, നമുക്കൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, ഉള്ളിൽ ഒരുപാട് വിഷമം ഉണ്ടാവും. ആ വിഷമം ഒന്നും കാണിക്കാതെ ചിരിച്ച മുഖമായിട്ടാണ് വെറോണിക്ക എപ്പോഴും അല്ലേ ക്യാമറയുടെ. എനിക്ക് തോന്നുന്നു എൻ്റെ മേമയുടെ മോളുണ്ട്, അമ്മയുടെ അനിയത്തിൻ്റെ മോള്. അപ്പം പുള്ളിക്കാരിയൊക്കെ എൻ്റെ ബ്ലോക്കാ, എന്തോ ദേഷ്യമുള്ള പോലെ. എന്താന്ന് എനിക്കറിയാൻ പറ്റില്ല. അതിന് മാത്രം എന്താ വെറോണിക്ക ഇത്ര ആൾക്കാർക്ക് വെറുപ്പും ദേഷ്യവും ഒന്നും തോന്നാനൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ ഇവരോടൊക്കെ? ഞാൻ ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങി, ഡ്രസ്സിന്റെ, അലോറ. അപ്പം ഞാൻ അവളെ വിളിച്ചു, അവളെ അമ്മേന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് മാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, പൊടിയെ ഞാനിങ്ങനെ ഡ്രസ്സ് തുടങ്ങിയിട്ടുണ്ട്, നിനക്ക് അയച്ചു തരട്ടെ ചോദിച്ചപ്പോൾ ഓളെ എന്നോട് പറയാം വാവിക്ക് അയക്കി നീ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ മേമയുടെ മോനിക്ക് ഓളെ അനിയൻ അയക്കാൻ പറഞ്ഞു, എന്നാലും ഓൾ ആ ബ്ലോക്ക് തുറക്കൂല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ കമന്റും അതുപോലെ ഇങ്ങനെ ഇവരിങ്ങനെ പറയുമ്പോൾ അതൊന്നും എന്നെ ബാധിക്കണ കാര്യമില്ല. പക്ഷെ വേണ്ടപ്പെട്ട ആൾക്കാർ മാറ്റി നിർത്തുമ്പോ അല്ലേ, കാരണം അവർക്ക് വെറോണിക്കയെ ഡയറക്ട്ലി അറിയാം, വെറോണിക്ക ഇങ്ങനെ ഒന്നും അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് ഡയറക്ട്ലി അറിയുന്ന ആൾക്കാരാണ് ഈ പറയുന്നത്. തുറന്നു പറയും. ഇപ്പൊ എന്ത് ഫീലിംഗ് ആണെങ്കിലും, ഇപ്പം സങ്കടം വന്നാൽ കരയും, ചിരിക്കേണ്ട സീനാണ് ഞാൻ ചിരിക്കും, അതെ, തമാശ പറയുമ്പോ അങ്ങനെ തമാശ. അഭിനയിക്കാൻ അറിയില്ല ഇല്ല, പക്ഷെ ഈ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരുടെ കൂടെയാണല്ലേ ലോകം. പക്ഷെ ഈ സങ്കടമൊക്കെ ഈ വീട്ടുകാരൊക്കെ കാണാറില്ലേ? ഇപ്പം എന്താ പറയാ, വട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാർക്ക് വിഷമം തോന്നും, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ കൂട്ടുകാർക്കൊക്കെ. വീട്ടുകാർ കേൾക്കാനെന്ന് പറയുമ്പോ ഞാന് വീട്ടുകാരനെ പണ്ട് എനിക്ക് പറയും വട്ടാണെന്നൊക്കെ, എനിക്ക് സുഖമില്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട് അങ്ങനെയൊക്കെ പറയും. ചെറുപ്പം മുതലേ ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്ന് മാറ്റി പിടിക്കണം, എൻ്റെ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ആക്കണം, അങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഞാനായിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി നടന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ എങ്ങനെയാണോ പഴയ പോലെ അങ്ങനെ തന്നെ ഇപ്പൊ നടക്കണത്, സ്റ്റിൽ ഇപ്പൊ ഇങ്ങനെ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഞാൻ ഇത്ര നേരം വെറോണിക്കയോട് സംസാരിച്ചു, വന്നപ്പോഴൊക്കെ സംസാരിച്ചു, ഒരു കുഴപ്പമില്ല, ഒരു നിഷ്കളങ്കയായ ഒരു കുട്ടിയാണ് അല്ലേ. സാധാരണ നമ്മൾക്കിടയിലൊക്കെ ഉള്ള ഒരു നിഷ്കളങ്കയായ കുട്ടിത്തുള്ള ഒരു കുട്ടി, അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷെ നമ്മൾക്ക് ഈ കോണ്ടന്റ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പൊ വെറോണിക്കയുടെ ഒരു കോണ്ടന്റ് ആണ് ആ കുട്ടിത്തം നിറഞ്ഞൊരു ഭാവത്തിൽ, ആ ഒരു പ്രത്യേക രീതിയിലുള്ള അവതരണം അല്ലേ. പക്ഷെ നമ്മള് എന്താ പറയാ, ഞാൻ പറയുമ്പോ ഇപ്പൊ എനിക്ക് ഫ്രണ്ട്സ് ഒന്നും അധികം ഇല്ല. ഫ്രണ്ട്സ് ആരുമില്ല. ഞാൻ ഐ മീൻ ദൈവത്തിനെയാണ് ഫ്രണ്ടായിട്ട് കാണുന്നത്. ഇപ്പൊ ഒരു അസുഖം വന്നു, ഇപ്പം വയ്യാണ്ട് ഐസിയുലായിരുന്നു, എന്തുകൊണ്ടാ കുറെ ആയിട്ട് കോണ്ടന്റ് ഇല്ലാത്തതെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഐസിയുലായിരുന്നു. അത് പാമ്പ് കടിച്ചതായിരുന്നു ചേച്ചി, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ വയ്യായി മൂലം ഡോക്ടറെ കാണിച്ചു. അങ്ങനെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വെന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഐസിയുക്ക് കളമശ്ശേരി ഐസിയുല് അവിടെ മാറ്റി 3 ദിവസം ഐസിയുല് കടന്നു. ആരുണ്ടായിരുന്നു കൂടെ? ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. നമ്മള് ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്താണ് നമുക്ക് ജീവിതം ഒരുപാട് പഠിക്കാൻ പറ്റുക അല്ലേ. അപ്പൊ വെറോണിക്കയ്ക്ക് മനസ്സിലായില്ലേ, ആരും കൂടിയില്ല എന്നറിഞ്ഞപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ. അതെ. വീട്ടുകാർ വന്നില്ലേ അപ്പൊ കൂടെ താമസിക്കാനോ? വീട്ടുകാര് പിറ്റേ ദിവസം വന്നു. എന്നിട്ട് കൂടെ നിന്നോ? കൂടെ നിന്നു. ഹോസ്പിറ്റൽ വാസം ആ ടൈമിൽ നിന്നു. അതിന് മുന്നൊന്നും ഇങ്ങനെ എന്തെങ്കിലും വയ്യാതായി അഡ്മിറ്റ് ആവുകയാണെങ്കിലൊന്നും വരാറില്ല. ആ ടൈമിൽ എന്തോ വന്നു, കാരണം ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്നെ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നേ ഉറപ്പില്ല. ആ ഡോക്ടർമാർക്കാണ് അതിന് വേണ്ടി നന്ദി പറയേണ്ടത്, ഓരോരോ എഫേർട്ട്. പിന്നെ ദൈവത്തിന്റെ.
ഈ വീട്ടുകാർ ഈ ചെറുപ്പത്തിലെ സപ്പോർട്ടൊക്കെ ചെയ്യായിരുന്നോ ചേച്ചി പഠിത്തത്തിനും? ഒന്നിലും സപ്പോർട്ടില്ല. അപ്പം എങ്ങനെയാ? അപ്പം ഒരുപാട് പഠിച്ചല്ലോ, അതെങ്ങനെയാ പഠനമൊന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ? ഒന്നിനും സപ്പോർട്ടില്ല. പഠിക്കണം എന്ന് ഞാൻ എടുത്തത് എന്താന്ന് വെച്ചാല് നമുക്ക് എന്തായാലും രക്ഷപ്പെടണല്ലോ. അപ്പൊ എങ്ങനെയാ പഠനത്തിനുള്ള പൈസയൊക്കെ എങ്ങനെയാ? ഞാൻ ജോലി ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കിയത്. പഠിക്കാനുള്ള പൈസ സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്? ഞാൻ ജോലി ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഞാൻ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി, ഡ്രസ്സിന്റെ ഷോപ്പിൽ. അപ്പൊ അവിടെ നിന്ന് ആ ടൈമിൽ എനിക്ക് ശ്വാസം മുട്ടലും വയ്യായൊക്കെ അധികമായി. എന്താണെന്നറിയില്ല, അവർക്ക് എന്നെ പറ്റാനിട്ടായിരിക്കാം ചേച്ചി അവരെന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ രാവിലെ മുറ്റടിക്കും, ബാത്റൂമൊക്കെ കഴുകും, എല്ലാം ചെയ്യും. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു എന്നെ വിടണ്ട പറഞ്ഞു. മീൻസ് എന്നെ വിടല്, ഞാൻ നല്ല രീതിക്ക് ഇവിടെ നിന്നോളാം. ആ രീതിക്ക് കുറെ കാലം പിടിച്ചു, പക്ഷെ പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ കുറെ ഇങ്ങനെ സ്ഥലത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അല്ലേ? ഒന്ന് ആലോചിക്കുന്നു, പഠിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. സ്വന്തം ഒരു പേര്, ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? 4 ആൾ അറിയണം, ഇതാണ് വെറോണിക്കയുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഈ വ്ളോഗും ഈ പറയുന്ന അല്ലെ ഒരു ഫെയിം, ആ സ്റ്റാറ്റസിലോട്ട് എത്തിയത്. ഒരു പക്ഷെ സ്വന്തം കാര്യം മാന്യമായ രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ? പല രീതിയിലും പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല, സ്വന്തമായ വ്യത്യസ്തമായ രീതിയിൽ. അതെനിക്ക് ഭയങ്കര